വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് എ മൂന്നാർ ഫാമിലി ട്രിപ്പ് വ്ളോഗ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്നൊരു 8:30-ക്കാണ് ഇറങ്ങിയത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാടിൻ്റെ സൗത്ത് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് മാപ്പിൽ കാണിക്കുന്നത് 430 hours ആണ്, 200 kilometers. ഞങ്ങൾ മെല്ലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 5 to 5:30 hours ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നാട്ടിലെ വഴികളൊക്കെ കുറച്ച് ഇങ്ങനെ ചെറിയ വഴികളൊക്കെ കുറച്ച് ഭയങ്കര സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ എറണാകുളം ഹൈവേ ഒക്കെ കയറി കഴിഞ്ഞാൽ സ്പീഡിൽ പോവാം. പിന്നെ മൂന്നാറിലെത്തിയിട്ടുള്ള ഹെയർ പിൻസ് ആണ് ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ കാർ എടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ ലോങ് ജേർണി പോയിട്ടേ ഇല്ല. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ലോങ് ജേർണി. ഞങ്ങൾ 4 പേരും മാത്രമായിട്ട് ഒരു ക്യൂട്ട് ഫാമിലി ട്രിപ്പ് ഫോർ 1 day സ്റ്റേക്കേഷൻ. ഞങ്ങൾ സ്വിച്ച് ചെയ്ത് അച്ഛനും അമ്മയും ഞാനും ഒക്കെ സ്വിച്ച് ചെയ്ത് ഓടിച്ച് ഒരു ലെഷർ ചിൽ ടൈപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്ലോലി ചിൽ വൈബ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ജേർണി ആയിരുന്നു. ഫുൾ ഓൾ ദ വേ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് അത് കഴിച്ചു. ആൻഡ് ഇടയ്ക്ക് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ. ഉടുപ്പി ഹോട്ടലിലാണ് നിർത്തിയത്. അവിടുന്ന് ഞങ്ങൾ ദോശയും ചായയൊക്കെ കുടിച്ച് ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാർ റോഡിലെത്തിയിട്ടുണ്ട്. അതാണ് ഈ ലാൻഡ്സ്കേപ്പൊക്കെ കുറച്ചും കൂടി ഗ്രീനായി. ഇനി ബെൻസ് വരും. അപ്പം ഞാൻ വണ്ടി അച്ഛന് ഹാൻഡ് ഓവർ ചെയ്തു. എനിക്ക് ബെൻസിൽ ഫസ്റ്റ് ടൈം ഓടിക്കാൻ കുറച്ച് പേടിയുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ശരിക്കും ബെൻസ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എസ് ഷേപ്പ് ബെൻസായി, യു ഷേപ്പ് ബെൻസായി. ലാൻഡ്സ്കേപ്പ് സോ പ്രിട്ടി. കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഇപ്പം ഞങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റ് ടൈമിലാണ് ട്രാവൽ ചെയ്യുന്നത്. സെപ്റ്റംബർ 29th ഈ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം മൂന്നാറിൽ തണുപ്പൊന്നുമില്ല, നല്ല ചൂടാണ്. കാറിൽ AC ഇട്ടുകൊണ്ട് മാത്രം ഒരു മൈൽഡ് ക്ലൈമറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫേമസ് ബ്രിട്ടീഷ് ബ്രിഡ്ജാണ്. കാണാൻ നല്ല രസമുണ്ട്. നല്ല മൂന്നാർ മൗണ്ടൻസ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒരു ഐ റിഫ്രഷിംഗ് പാത്ത്. മൂന്നാറിലെ ഈ ഹെയർപിൻ ബെൻസ് അത്രയും ഭയങ്കര ഡിഫിക്കൽട്ട് പാത്തല്ല. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ കുറേ ആക്സിഡൻസ് ഒക്കെ കണ്ടു. ഒരു കാറ് ഭയങ്കര ക്രാഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും കൂടെ അതിനെടുത്ത് അങ്ങോട്ട് പൊക്കി വയ്ക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവരും ഡ്രൈവ് സേഫ്. പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അത് കാരണം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് സൈഡ് കൊടുക്കാനൊക്കെ. 2 സൈഡിലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക്സ് ഉണ്ടാവും. റോഡ് പണിയുടെ വണ്ടികൾക്ക് പണിയെടുത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഒരു സൈഡ് വിടും, ഒരു സൈഡ് വിടാതിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ചീയപ്പാറ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. പക്ഷെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ മഴ നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ മഴ നിന്നില്ല. സോ വി ആർ ഗോയിങ് അഹെഡ്. അതാണ് ഈ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ. ഞാനൊരു നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബായിരുന്നു. ഒരു നെല്ലിക്ക കഴിച്ച് ഇങ്ങനെ മഴയും ഈ തണുപ്പും ഒക്കെ. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ട് എത്താറായി. റിസോർട്ട് എത്തുന്ന സ്ഥലത്താണ് ഈ ടീ ഫാമൊക്കെ ഉള്ളത്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെയുള്ളൂ റിസോർട്ടിലേക്ക്. സോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ചുക്ക് കാപ്പി കിട്ടി. ഇത് പാറക്കാട് റിസോർട്ടാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഇനി ഇവിടെ ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ ഒരു 3:30 ആയി. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഈ റിസോർട്ടിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകും. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. 0 ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ എൻ്റർ ചെയ്യുന്നത് 3rd ഫ്ലോറിലേക്കാണ്.
പിന്നെ അവിടെ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങി താഴത്തേക്കാണ് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ലൈറ്റായിട്ട് 2 ബിരിയാണിയാണ് കഴിച്ചത്, 4 പേരും കൂടെ. ബിക്കോസ് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചത് കാരണം അത്ര വിശപ്പുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ വന്ന് ഫ്രഷായി നേരെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒരു ജീപ്പുണ്ട്. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഫെസിലിറ്റീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓഫ് റോഡ് ട്രക്കിംഗ് ഇൻസൈഡ് ദ റിസോർട്ട് എന്നാണ്. ഓഫ് റോഡ് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹോട്ടലുള്ള സ്ഥലത്ത് നിന്ന് ആക്ടിവിറ്റി ഏരിയയ്ക്കുള്ള ട്രക്കിംഗ് ആണ്. പക്ഷെ അതൊരു ഭയങ്കര ഷേക്കി പാത്താണ്, ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് മാത്രമേ അവിടെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പ് കൂടെ ട്രക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഇത് അവർ സെറ്റപ്പ് ചെയ്ത ആക്ടിവിറ്റി ഏരിയ ആണ്. ഇവിടെ സ്കൈ റോപ്പ് ഉണ്ട്, റോപ്പ് സൈക്ലിംഗ് ഉണ്ട്, റോപ്പ് വേ ഉണ്ട്, റോപ്പ് സൈക്ലിംഗും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കേവ് സ്റ്റേ ഉണ്ട്, കേവ് റിസോർട്ട്. അപ്പോൾ ആ റൂംസ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഞങ്ങളിവിടെ അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റോപ്പ് വേയിലേക്ക് ഞാനും ചേച്ചിയും കൂടെ കയറാൻ വേണ്ടി നോക്കി. പക്ഷെ അവിടെ അധികം ആൾക്കാരൊന്നും ഇൻസ്ട്രക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതുമില്ല. പിന്നെ ആ റോപ്പ് വേയുടെ 2 സൈഡിലേക്ക് പ്രോപ്പറായിട്ട് കൈ എത്തുന്നില്ല. ഫുൾ ടൈം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ആ റിസ്ക് ഞങ്ങളങ്ങ് ഒഴിവാക്കി ചുമ്മാ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്ത് ഇറങ്ങി വന്നു. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. റോപ്പ് വേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. കുറേ പേര് ഈ റോപ്പ് വേ നടക്കുന്നതൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കത് അത്ര സിമ്പിൾ അല്ലാന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ആ കേവ് റൂം കാണാൻ പോയി. സോ ഇതാണ് കേവ് റൂം. ഒരു കേവിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആണ് ബെഡും ഒക്കെ. ഇത് കാണാൻ വേണ്ടി മാത്രം ഇവർ തുറന്നിട്ടിരിക്കുന്ന ഒരു റൂമാണ്. എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ സെറ്റപ്പ് ആണ്, കുഴപ്പമില്ല. കുറച്ച് എസ്തെറ്റിക് വൈബൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ റോപ്പ് സൈക്ലിംഗ് ട്രൈ ചെയ്തു. റോപ്പ് സൈക്ലിംഗ് അത്ര അഡ്വഞ്ചറസ് ഒന്നും അല്ല, നല്ല ബെൽറ്റൊക്കെ ഉണ്ട്. പക്ഷെ തുടക്കത്തിലൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. എൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി. അത് ഞാൻ അവിടെ സ്റ്റക്കായി. പക്ഷെ റോപ്പ് സൈക്ലിംഗ് റോപ്പ് അതുവരെ പോവുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ് വേണ്ടത്. അപ്പോൾ എൻഡിൽ മാത്രം ചെറിയൊരു പേടിയായി, അത്രേ ഉള്ളൂ. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ റോപ്പ് സൈക്ലിംഗ് നമുക്ക് എത്ര തവണ വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. ഞങ്ങളവിടെ എത്തിയത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 6:30 ടൈമിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പോകണോ. അത് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു തിരക്കില്ലെങ്കിൽ. പക്ഷെ എനിവേസ് ഓരോ തവണ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ചേച്ചിയും റോപ്പ് സൈക്ലിംഗ് ചെയ്തു. അമ്മ തുടക്കത്തിൽ ഞാൻ റോപ്പ് സൈക്ലിംഗ് ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അത് കണ്ട സമയത്ത് അമ്മയ്ക്ക് കുറച്ച് പേടിയാണ്. അമ്മ പറഞ്ഞു എനിക്ക് ഹൈറ്റ് പേടിയാണ്, ഞാൻ ചെയ്യുന്നില്ല. ഞാനും ചേച്ചി മാത്രമേ അത് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഈ ഏരിയയിൽ, ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത് ഞാൻ കംബൂച്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിക്കാൻ പോയ സ്ഥലത്ത് ഈ ഒരു ക്യൂട്ട് ലാമ്പ് ഉണ്ടായിരുന്നു. സെയിം നേരത്തെ കാണിച്ച അതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ആ ഫ്ലവറി ക്യാൻഡിൽ ലാമ്പ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാത്രി മഴയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു, ഇടി വെട്ടുന്നുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് പേടിയായി, ലാൻഡ് സ്ലൈഡ് വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ രാവിലെ ആയപ്പോൾ മഴയൊക്കെ തോർന്നു, ഒരു സണ്ണി ഡേ ആയിരുന്നു. രാവിലെ 5 മണിക്ക് 5-6 മണിക്ക് തന്നെ നല്ല ലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 7:30 ടൈമായി, 7 മണി ടൈമായി, ഇത്രയും സണ്ണിയാണ്.
ഒട്ടും തണുപ്പില്ല, മൂന്നാറിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും തണുപ്പില്ല, നല്ല സണ്ണി. ലാൻഡ്സ്കേപ്പ് കാണാൻ ഒരു രക്ഷയില്ല. സ്കൈ കിസ്സിങ് മൗണ്ടൻസ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടായിരുന്നു, ആലു പൊറോട്ട ഉണ്ടായിരുന്നു, കഞ്ഞി ഉണ്ടായിരുന്നു, കള്ളപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബട്ടൂര ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, ബട്ടൂരയുടെ കടലക്കറി ഉണ്ടായിരുന്നു, ചന മസാല, പിന്നെ സാൻഡ്വിച്ച്, പിസ്സ, കുറേ ഫ്രൂട്ട്സ്, ചട്നികൾ, അങ്ങനെ പലതരം സാധനങ്ങളുണ്ടായിരുന്നു. പാലക്കാട്ടിലെ ഫുഡ് എങ്ങനെയാന്ന് വെച്ചാൽ കുറ്റം പറയാൻ പറ്റാത്ത ഫുഡായിരുന്നു. നല്ല ഫുഡ് തന്നെയായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, പക്ഷെ നല്ല ഒരു ടേസ്റ്റുള്ള ഫുഡ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചപ്പാത്തീസൊക്കെ ആയിരുന്നു. ബ്രെഡുകളൊന്നും സോഫ്റ്റ് അല്ലായിരുന്നു, പക്ഷെ ഫ്രൂട്ട്സ് എല്ലാം നല്ല ടേസ്റ്റി ഫ്രൂട്ട്സ് ആയിരുന്നു. സോ ഞങ്ങൾ പാലക്കാട്ടിനോട് ബായ് പറയാണ്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചീയപ്പാറ വാട്ടർഫോൾസിൽ പോകണം. അപ്പോൾ അങ്ങോട്ട് ലൊക്കേഷൻ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഹെയർ പിന്നിൽ ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ച് ഞാനായിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ചേച്ചിയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വി വർ വെരി സ്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹണി ഫാം കണ്ടിട്ട് നിർത്തിയതാണ്. ഹണി ഫാമിൽ അവർ ഇങ്ങനെ കുറച്ച് ഹണി ബീ കൂടുകളൊക്കെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരതൊന്ന് കാണിച്ച് തരും, അത് കഴിക്കാൻ തരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കുമായിരുന്നു. ഇതുണ്ടോ, ഇതാണ് പൂമ്പൊടി എന്ന് പറയുന്നത്, പോളൻ. ഇതേ പട്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കിക്കേ. ഈ പട്ടിയുണ്ട്, ഇതിൻ്റെ കാലിൽ കൊണ്ടുവരും, കാലിലും വയറ്റിലുമായിട്ടായി കൊണ്ടുവരും. കാലിൽ കൊണ്ടുവരുന്നത് പോളൻ, പൂമ്പൊടി. പിന്നെ ഉള്ളി അതിങ്ങനെ പൂമ്പൊടി തന്നെയായിട്ടായിരിക്കുന്നത്, അല്ല പൂമ്പൊടി ഉരുകിയിട്ടല്ല തേനാകുന്നത്. ഇത് തേന ഫുള്ള്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് തേന. പൂമ്പൊടി ഇതുണ്ടോ, പല നിറത്തിലുള്ള. ഇതുണ്ടോ, ഈ ഓറഞ്ച് നിറം, ഇതുണ്ടോ, ഇതൊക്കെ പൂമ്പൊടിയാണ്. പൂമ്പൊടി നമ്മളൊരു മെഷീൻ വെച്ചിട്ട് ഫൈനലി ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫോൾസ് എത്തി. വാട്ടർഫോൾസ് കാണാൻ ക്യൂട്ട്, നല്ല രസമുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു. ഭാഗ്യത്തിന് മഴയൊക്കെ ഒഴിഞ്ഞു നിന്നു. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് നേരം നോക്കി, വാട്ടർഫോൾസ് നോക്കി നിന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു. സോ ട്രിപ്പ്, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ മൂന്നാർ ട്രിപ്പ്. തിരിച്ച് വരുമ്പോൾ അമ്മ ഡ്രൈവ് ചെയ്യായിരുന്നു. തിരിച്ച് 4.5 മണിക്കൂർ തന്നെയാണ് എടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് 8:30 സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്ക് എത്തിയെങ്കിൽ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് രാത്രി 11 മണിക്കാണ് വീട്ടിൽ. നിർത്തി മെല്ലെയായിരുന്നു ട്രാവൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് അവർ ജേർണി. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.